beyond ourselves. That is the mind of Christ. സ്വന്തം ഗുണത്തെക്കാൾ മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കണം. അതാണല്ലോ ക്രിസ്തുവിന്റെ മനോഭാവം. So today we are going to sing the national anthem. നമുക്കെല്ലാവരും അതാത് സ്ഥാനത്ത് ഭവനങ്ങളിലാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ്. When our beloved Prime Minister said that even in theaters and wherever you are, when you hear the national anthem you should stand, many started criticizing. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, തിയേറ്ററിലായിക്കൊള്ളട്ടെ എവിടെയായിക്കൊള്ളട്ടെ നിങ്ങൾ നാഷണൽ ആന്തം നമ്മുടെ ദേശീയഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ വിമർശിച്ചു. I'll tell you, since child, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ the place where I was, Independence Day was celebrated more than any other festivals. ഞാൻ ആയിരുന്ന സ്ഥലത്ത് വടക്കേ ഇന്ത്യയിൽ ഉള്ള പ്രത്യേകത, സ്വാതന്ത്ര്യ ദിനാഘോഷം വേറെ ഏത് മത ഉത്സവങ്ങളെക്കാളും ജനം നടത്തിയിരുന്നു. I used to go with my father to the army barracks. We had very good friends with the army people. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർമി ബാരക്കുകളിൽ എൻ്റെ പിതാവുമൊത്ത് പോകുന്നത് ഞാൻ ഓർക്കുന്നു. Oh, the pride, the patriotism. ഓ, രാജ്യത്തെക്കുറിച്ചുള്ള സ്വരാജ്യ അഭിമാനവും അതുപോലെ തന്നെ രാജ്യത്തെക്കുറിച്ചുള്ള ആ വലിയ യശസ് ഉയർത്തുന്ന ആ ചിന്താഗതി ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. When I was in the 5th standard, I remember when we are even playing in the ground and you hear the national anthem, you stop the game and stand in attention. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പോലും അന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു ചിന്താഗതിയിലാണ് ഞങ്ങൾ കളിസ്ഥലത്ത് കളിക്കുകയാണെങ്കിലും ദേശീയഗാനം കേൾക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. And in every meeting in India, wherever we go and wherever Heavenly Feast meetings gathers, first thing we do is to sing the national anthem. It is not to show off, it is not to prove to anybody, it is from our heart. ഞങ്ങൾ ഈ ഭാരതത്തിൽ എവിടെ നമ്മുടെ ഒരു വലിയ മീറ്റിങ്ങുകൾ ഗ്രൗണ്ടുകളിലൊക്കെ നടക്കുമ്പോൾ അവിടെ ദേശീയഗാനം പാടിയേ തുടങ്ങത്തുള്ളൂ. അതെന്തെങ്കിലും കാണിക്കാനല്ല, ഞങ്ങളുടെ രാഷ്ട്രത്തോടുള്ള കടപ്പാട്, സ്നേഹം, സഭയ്ക്ക് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ആ കടമ നിവർത്തിക്കുകയും കൂടെ ചെയ്യും. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंग, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ആമേൻ. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാവരും കരങ്ങൾ പിടിച്ച് നമുക്ക് രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് തരുന്ന കർത്താവെ സ്തുതിക്കുക, ആക്കി വെച്ചതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുക. പ്രിയ പരിശുദ്ധ ആത്മാവെ, ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ മുഴുവനും രക്ഷിക്കപ്പെടട്ടെ കർത്താവെ. ഇന്ത്യ ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, 800 കോടിയെ നേടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് ഒരുക്കണം പരിശുദ്ധാത്മാവെ. അപ്പോൾ തന്നെ ഇന്ത്യ രാഷ്ട്രപതിയെ അനുഗ്രഹിക്കുന്ന കർത്താവെ, പ്രധാനമന്ത്രിയെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആരോഗ്യം അനുഗ്രഹിക്കുന്നു, ഇവരുടെ എല്ലാ മേഖലകളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രിസഭയെ അനുഗ്രഹിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ഈ കുഞ്ഞു കേരളത്തെ ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് തരുക, പ്രധാനമന്ത്രി ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് തരുക. എന്റെ പരിശുദ്ധ ആത്മാവെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കേരളം മുഴുവൻ രക്ഷിക്കപ്പെടട്ടെ കർത്താവെ. കേരളത്തിലെ മന്ത്രിസഭ ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് തരുക കർത്താവെ. മുഴുവനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കർത്താവ് ഞങ്ങൾ ഇന്ത്യയെ കാക്കുന്ന പട്ടാളക്കാരെ അനുഗ്രഹിക്കുന്നു. ഓരോ മേധാവികളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്. എല്ലാ സേനകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ കരത്തിന്റെ കീഴിലേക്ക് തരുന്ന ഒരു ശുദ്ധിയാത്മാവേ. ഹല്ലേലൂയ. കർത്താവെ, ലോകമെമ്പാടുമായിരിക്കും ഞങ്ങളുടെ സ്വർഗീയ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുദ്ധിയാത്മാവേ. ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ആത്മീയ പിതാവായ കർത്താവെയും തങ്കോപസിനെ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മേഖലകളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യങ്ങളുടെ കരുത്തിന്റെ കീഴിലേക്ക് തരുന്ന കർത്താവെ. തോമസ് പറഞ്ഞ അനുഗ്രഹിക്കുന്ന കർത്താവെ. കുടുംബത്തെ അങ്ങയുടെ കരുത്തിന്റെ കീഴിലേക്ക് തരുന്ന പരിശുദ്ധാത്മാവേ. പിന്നെ പറഞ്ഞ അനുഗ്രഹിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ മൈക്കിൾ ഡേവിസിന്റെ DP-യും കർത്താവ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസിനെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മേഖലകളും പെരുകിയേറി വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നു. വൈകണ്ഠയിലുള്ള ഓരോ ദേവദാസന്മാരെയും ഓരോ ചർച്ചിലെ ഇടയന്മാരെയും അങ്ങയുടെ കരുത്തിന്റെ കീഴിലേക്ക് തരുക. എന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും കർത്താവെ അനുഗ്രഹം, വലിയൊരു അനുഗ്രഹമാണല്ലോ പരിശുദ്ധാത്മാവെ. എല്ലാവരും പെരുകിയേറി വർദ്ധിക്കട്ടെ. എല്ലാ മേഖലയിലും പെരുകിയേറി വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാവെ. അപ്പോൾ തന്നെ കർത്താവ് വൈക്കം ചർച്ചിന്റെ ഇടയനായ കർത്താവ് ജോളി അങ്കിളിനെ ഒരിക്കൽ കൂടി ദിവസത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക പരിശുദ്ധാത്മാവെ. എല്ലാ മേഖലകളും കർത്താവെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മേഖലകളിലും കർത്താവ് പെരുകിയേറി വർദ്ധിക്കട്ടെ. അത്ഭുതമാക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ ഇരിക്കാം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും തുടർന്ന് ഈ വർഷത്തെ വാഗ്ദത്തവചനങ്ങളെ കേൾക്കാം. ഈ വർഷത്തെ വാഗ്ദത്തവചനങ്ങൾ വായിക്കുന്നത് ഇസ്രായേൽ സുധ സിസ്റ്ററാണ്. ഓവർ ടു സുധ സിസ്റ്റർ. പെരുകുമേറും വർദ്ധിക്കും. നമുക്ക് വാഗ്ദത്തവചനം വായിക്കാം. സങ്കീർത്തനം 23:1. യേശു എന്റെ ഇടയനാകുന്നു, യേശു സുധയുടെ ഇടയനാകുന്നു, സുധയ്ക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ സുധയെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് സുധയെ നടത്തുന്നു. സുധയുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം സുധയുടെ നീതിപാതകൾ നടത്തുന്നു. ആമേൻ. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും സുധയ്ക്ക് ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ആമേൻ. യേശു സുധയുടെ കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും സുധയെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ. സുധയുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, സുധയുടെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആമേൻ. നന്മയും കരുണയും സുധയുടെ ആയുഷ്കാലമൊക്കെയും സുധയെ പിന്തുടരുന്നു. യേശുവിന്റെ ആലയത്തിൽ ദീർഘകാലം സുധ വസിക്കും. ആമേൻ. യെശയ്യാവ് 62:1. സുധയെ കുറിച്ച് യേശു മിണ്ടാതിരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും രക്ഷ കത്തുന്ന വിളക്ക് പോലെയും ആകുന്നു. ആമേൻ. യെശയ്യാ 62:2. ജാതികൾ സുധയുടെ നീതിയെയും സകല രാജാക്കന്മാരും സുധയുടെ മഹത്വത്തെയും കാണും. ആമേൻ. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ സുധയ്ക്ക് വിളിക്കപ്പെടും. ആമേൻ. യെശയ്യാ 62:3. യഹോവയുടെ കയ്യിൽ സുധ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ സുധ രാജമുടിയും ആയിരിക്കും. ആമേൻ. ആവർത്തനം 6:11. സുധ നിറയ്ക്കാത്ത സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും സുധ കുഴിക്കാത്ത കിണറുകളും സുധ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും സുധയ്ക്ക് തരികയും സുധ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ആമേൻ. യെശയ്യാ 44:3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരുറവകളും പകരും. ആമേൻ. യെശയ്യാ 54:13. സുധയുടെ മക്കൾ എല്ലാവരും യഹോവയിൽ വിതയ്ക്കിക്കപ്പെട്ടവരും സുധയുടെ മക്കളുടെ സമാധാനം വലുതും ആയിരിക്കും. ആമേൻ. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ. ആവർത്തനം 28:6. അകത്ത് വരുമ്പോൾ സുധ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ സുധ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഈ വാഗ്ദത്തവചനത്തെ എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു സുധ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തായി നമുക്ക് പെരുകിയേറി വർദ്ധിക്കുന്ന ആരാധനയിലേക്ക് കിടക്കാം. ഇന്നത്തെ ആരാധന ലീഡ് ചെയ്യുന്നത് വൈക്കം ചർച്ചിൽ നിന്നും മോളി സിസ്റ്റർ ആണ്. ഒറ്റമോളി ആക്കി ആരാധിക്കാം. എന്റെ പരിശുദ്ധാത്മാവേ
എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എന്റെ ഉള്ളത്തെ എന്റെ ചിന്തകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എന്റെ ഉള്ളത്തെ എന്റെ നിലവുകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണേ. ജീവജലനദിയേ, ജീവജലനദിയേ ഒഴുകണമേ, എന്മേലൊഴുകണമേ. ജീവജലനദിയേ, ജീവജലനദിയേ ഒഴുകണമേ, എന്മേലൊഴുകണമേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ വിരിക്കണമേ, എന്മേൽ വിരിക്കണമേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ വിരിക്കണമേ, എന്മേൽ വിരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നു യാതും ചെയ്യുവാനില്ലല്ലോ, അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതും ചെയ്യുവാനില്ലല്ലോ, അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ,
സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. പിറന്നീനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ശിവനാഥി. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലമല്ലോ, ആമേൻ പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലം വന്നല്ലോ, പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ. പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ, ആമേൻ. പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ, ആമേൻ. പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലം വന്നല്ലോ, പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലം വന്നല്ലോ, ആമേൻ. പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ, പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ, ആമേൻ. പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ. വീടുകളും വസ്തുക്കളും പെരുകിയേറി വർദ്ധിക്കും, ഞാൻ വിതച്ച വിത്തുകളെല്ലാം പെരുകിയേറി വർദ്ധിക്കും, ആമേൻ. വീടുകളും വസ്തുക്കളും പെരുകിയേറി വർദ്ധിക്കും, ഞാൻ വിതച്ച വിത്തുകളെല്ലാം പെരുകിയേറി വർദ്ധിക്കും. വചനത്തിൽ പെരുകിടും അത്ഭുതങ്ങളിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ വർദ്ധിക്കും, ആമേൻ. വചനത്തിൽ പെരുകിടും അത്ഭുതങ്ങളിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ വർദ്ധിക്കും. ഓ പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലം വന്നല്ലോ, ആമേൻ. പെരുകിയേറി വർദ്ധിക്കുന്ന കാലം വന്നല്ലോ, ആമേൻ. പരിശുദ്ധാത്മാവിൻ ഞാറ്റുവേല കാലം വന്നല്ലോ, പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ, ആമേൻ. പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ, ആമേൻ. പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞു ഫലം കായ്ച്ചല്ലോ. കൃപകളും വരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമോ പെരുകിയേറി വർദ്ധിക്കും. കൃപകളും വരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമോ പെരുകിയേറി വർദ്ധിക്കും. രാജ്യങ്ങൾ അറിഞ്ഞിടും പേര് വലുതായിടും, നിന്ദിച്ചവരുടെ മുമ്പിൽ ഉയർത്തി മാനിക്കും. രാജ്യങ്ങൾ അറിഞ്ഞിടും പേര് വലുതായിടും, നിന്ദിച്ചവരുടെ മുമ്പിൽ ഉയർത്തി മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം.
ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സിസ്റ്റർ ജോരോസയും കർത്താവ് സമൃദ്ധമായ നന്മകളാൽ നിറയ്ക്കട്ടെ, പെരുകേറി വർദ്ധിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. അതോടൊപ്പം കർത്താവിൽ നമ്മെ സ്നേഹിക്കുകയും കർത്താവിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രിയ തങ്കൂറിന്റെ സ്നേഹവന്ദനത്തെയും അന്വേഷണങ്ങളെയും അറിയിക്കുന്നു. ഐക്യം ഡയസിന് അനുഗ്രഹിക്കപ്പെട്ട ഡയസൻ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ വിനോദ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം. പെരുകിയേറിയ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈക്കം ഡയോസിസിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസിസിലേക്ക്, ഈ പെരുകേറി വർദ്ധിക്കുന്ന ദിവസത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ മതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു സാക്ഷ്യം തന്നെയാണ്. അന്ന് നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അടുത്തിട്ട് സഭയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട സഹശുശ്രൂഷനായിരിക്കുന്ന പ്രിയ അശോകൻ ബ്രദറും ഫാമിലി ആയിട്ടാണ്. സോ ഒട്ടും സമയം കളയുന്നില്ല. ദൈവനാമത്തിൽ അശോകൻ ബ്രദറിനെയും കുടുംബത്തെയും ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ കടുത്തിരി സഭയിൽ പോകുന്ന വിനോദപരന്റെ സഭയിലെ വിശ്വാസിയാണ്. ഞങ്ങൾ 2004 എൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. 2004 ഞങ്ങൾ ദൈവത്തെ അറിയുന്നത്. എനിക്ക് യൂട്രസിന് പ്രശ്നമായിരുന്നു. യൂട്രസ് എനിക്ക് കീഴോട്ടിടിഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോകുമ്പോഴോ ഇരുന്നിട്ട് ഇരിക്കുമ്പോഴോ എനിക്ക് നടക്കാൻ പറ്റിയാലാത്ത വേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തലവേദന എന്ന് പറഞ്ഞ മൂക്കിൽ രക്തം പഴുപ്പ് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ തലവേദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് തലവേദന വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ആഹാരം പോലും കഴിക്കാതെ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയനും എൻ്റെ കൂടത്തില് കിടക്കുക. അങ്ങനെ 6 ഗുളിക 7 ഗുളിക കഴിച്ചിട്ട് എനിക്ക് തലവേദന മാറാത്ത ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തലവേദന എനിക്ക് യൂട്രസിന് കംപ്ലൈന്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗീയനെ പറ്റി അറിയുന്നത്. സ്വർഗീയനെ ചെറിയ കൂട്ടാളിനെ അവിടുന്ന് കോട്ടയത്ത് ചെല്ലുമ്പോൾ തങ്കൂറന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, യൂട്രസ് സംബന്ധമായ അസുഖമുള്ളവർ ഇപ്പൊ തന്നെ സൗഖ്യമാണ്. അന്ന് തന്നെ എനിക്ക് സൗഖ്യം, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് തലവേദനയിൽ മൂക്കിന്ന് പഴുപ്പും ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ആഹാരം ഉണ്ടാക്കി അത് കഴിക്കാൻ പറ്റില്ല. തലവേദന വന്ന് ഞാൻ ജനലെ പിടിച്ച് തൂങ്ങി, എനിക്ക് ജീവൻ പോകുന്ന വേദനയായിരുന്നു. അതും എനിക്ക് മാറി. ഇപ്പോഴും എനിക്ക് എൻ്റെ വീട്ടുകാർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല, ഈ തലവേദനയൊക്കെ എങ്ങനെ മാറുന്നു. അതുപോലെ എൻ്റെ ഭർത്താവിന് മേലാതെ വന്നു. ഭർത്താവ് വീണ് വരക്ക് ഇരുട്ട് തളർന്നുപോയി. എല്ലാവരും കേട്ട കടുക്കരുത്തിയിൽ എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സ്വർഗീയവിരുന്നിൽ പോകുന്നത്. 2004 2004 മുതൽ ഇന്ന് വരെ ഞങ്ങളെ ദൈവം ഒത്തിരി, എനിക്ക് 3 അറ്റാക്ക് ഇതിനിടയ്ക്ക് വന്നു. ആദ്യത്തെ അറ്റാക്ക് വന്നപ്പം പറഞ്ഞ് ഞാൻ മരിച്ചു പോയി, എല്ലാവരെയും അറിയിച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ മോള്, എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്ക് രാവിലെ നെഞ്ചുവേദന പോലെ ഇങ്ങനെ ഉണ്ടായി. 7 മണി സമയത്ത് ഇത്രയും ഗ്യാസിന്റെ ആണെന്നും പറഞ്ഞ് നമുക്ക് ഡിവൈനിൽ ആശുപത്രി പോകാനും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് കൊണ്ട് ഡിവൈനിൽ ചെന്നിട്ടൊന്നും എനിക്ക് കുറയാതെ വന്നപ്പോഴത്തേനും എൻ്റെ ചേട്ടായി പറഞ്ഞ് എനിക്ക് എന്നാൽ മെഡിക്കൽ കോളേജിൽ പോകാനും പറഞ്ഞ് പോയി. അവിടെ ചെന്ന് എനിക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. എന്നെ പിടിച്ച് എടുത്തുമൊക്കെ എന്നെ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടാക്കി. അവിടെ കൊണ്ടുവന്ന് ഹാർട്ടിൻ്റെ നോക്കുന്ന സാധനം ECG എടുത്തപ്പോഴേ തന്നെ പറഞ്ഞ് അറ്റാക്കാം, നേരം ICUവിനകത്തോട്ട് കയറ്റിയേക്കാന്ന് പറഞ്ഞു. ICUവിനകത്ത് കയറ്റി 2-3 ദിവസം ഞാൻ അവിടെ കിടന്നു. 6ാമത്തെ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അതിന്നും കർത്താവ് എന്നെ വിടുവിച്ച് രണ്ടാമതേ ഉണ്ടായി പറഞ്ഞ് തീർത്തും എനിക്ക് ഓക്സിജനൊന്നും കിട്ടാതെ വന്ന് എനിക്ക് തീർത്തും ഞാൻ മരിച്ച് എന്നുള്ള നിലയിലായിരുന്നു. എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു. അവിടെ നിന്നും കർത്താവിനെ ഉയർത്തി. 3ാമതേം വന്നു, അവിടെ നിന്നും കർത്താവിനെ വിടുവിച്ച്. 2ാമത് വന്നപ്പോൾ എൻ്റെ ചേട്ടാ എന്നോട് വന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച്, എനിക്കതൊന്നും ഓർമ്മയില്ല, കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞ് എസെക്കിയേൽ 37:1 പറയുന്നു, 9 പറയുകയാണ്, 4 ദിക്കിൽ നിന്ന് ഊതിയ കാറ്റിനോട് ആ കാറ്റ് ഊതിയ ദൈവമാണ് എൻ്റെ അടുക്കല് എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ആ ദൈവം നിന്നെ സൃഷ്ടിച്ച്, നിനക്ക് ഞാൻ ആർക്കും വിട്ടുപിടിക്കാനും എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കുറച്ചു നേരം ഈ വചനം എൻ്റെ ചെവിയിലേക്ക് പറയുക. അപ്പൊ എനിക്ക് എന്തോ ഇങ്ങനെ തള്ളു നിന്നൊരു ശ്വാസം ഇങ്ങനെ വെക്കും പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ അവർ കൊണ്ടൊരു ഓക്സിജൻ മാസ്ക് കൊണ്ട് എൻ്റെ മൂക്കയിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു. മൂക്കയിലോട്ട് അങ്ങ് വെച്ചപ്പോൾ എനിക്ക് നോർമലായിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വന്ന് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതാകാൻ, കണ്ണൊക്കെ ഇങ്ങനെ വിരിഞ്ഞായിരുന്നു, കണ്ണൊക്കെ ചെറുതാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതിന് രക്ഷപ്പെട്ടു. 3ാമത് അതിന് രക്ഷപ്പെട്ടു. കർത്താവ് ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ വരുത്തിയല്ല.
അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഞങ്ങളിങ്ങനെ ജീവിക്കുന്ന ഒരു കാലം. ഹല്ലേലൂയ. ഞങ്ങള് എന്റെ ഭാര്യയ്ക്ക് ഇതിൽ കൂടി പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്, പുള്ളിക്കാരത്തേക്ക് ഇതിലൊന്നും പരിചയമില്ലാത്തത് കൊണ്ടാണ് ഈ തട്ടിമുട്ടയൊക്കെ സംസാരിക്കുന്നത്. തന്നെ പുള്ളിക്കാരത്തി ഈ ഇടയായിട്ട് ഫുഡ് അലർജിയൊക്കെ ഉണ്ടായ ഒരു സ്ഥല വിഷയത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. മൂന്നാമത്തെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഭാര്യയ്ക്ക് ഉണ്ടാകുമ്പോൾ ഞാനും എൻ്റെ ബിന്ദു എന്ന് പറയുന്ന അനിയത്തി മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് പറയുന്നത്, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, ഇത് രക്ഷപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഭാര്യ ഒരല്പ ശ്വാസത്തിന് വേണ്ടി നെഞ്ചിങ്ങനെ പൊക്കി പിടിച്ചിട്ട്, ചേട്ടായി എനിക്കൊരു ശകലം ശ്വാസം തരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനിപ്പോ മരിച്ചു പോകുന്നു. ഞാൻ ചെന്ന് വട്ടം പിടിച്ച്, അപ്പൊ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അപ്പുറം ഇപ്പുറം ഇരുന്നുണ്ട്. ഞാനിങ്ങനെ ആളെ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, എസകേൽ 37 ഈ നിഖിലന്മാർ ജീവിക്കേണ്ടതിന് ദൂതന്മാരുടെ 4 ദിക്കുകളിൽ നിന്ന് കാറ്റായി ഊതി ഇവർക്ക് ജീവശ്വാസം കൊടുക്കാൻ. ആ വചനം ഞാനിങ്ങനെ ഏറ്റു പറഞ്ഞ് വട്ടം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് അല്പശ്വാസം മൂക്കിലേക്ക് കിട്ടിയ പോലെ ഒരു ആശ്വാസം പോലെ നെഞ്ച് താഴോട്ട് താന്നു. മിഴിഞ്ഞിരുന്ന കണ്ണ് ഇച്ചിരി അടഞ്ഞു വന്നു. അപ്പോ ഇവര് അവിടെ നിന്ന് ഒരു സിസ്റ്റർ ഓടിക്കൊണ്ടൊരു ഓക്സിജൻ മാക്സ് കൊണ്ടുവച്ചു. ആ നിമിഷം മുതൽ നോർമൽ ആകാൻ തുടങ്ങി. പൈസലോ. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു സാക്ഷ്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു ഞാൻ തളർച്ചയിൽ എഴുന്നേറ്റതിന് ശേഷവും എൻ്റെ മക്കളെ 2 പേരെ വിവാഹം കഴിച്ചിട്ട് അവർക്ക് പിള്ളേരില്ല. ഇന്ന് ഞങ്ങളെ ആരെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ അത്ഭുത വിടുതൽ നടക്കും. എൻ്റെ മക്കൾക്ക് 2 പേർക്ക് കുട്ടികളില്ലായിരുന്നു. ഇളയാള് ആണ് ആദ്യം ഡെലിവറി നടന്നത്. സന്തോഷ് വെറുതെ കടുത്തുരുത്തി ചർച്ചില് ചാർജ് എടുക്കുന്ന സമയത്ത് വീട്ടിൽ വന്നു. 2 പേരും കൂടി വന്നു. ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യം 12 വർഷം കൂടി എൻ്റെ ഇളയ മോൾക്ക് 2 മക്കളെ കൊടുത്തു. കർത്താവിന് നന്ദി പറയുക. അത് കൂടാതെ മൂത്ത ആളെ കല്യാണം കഴിച്ചിട്ട് 17 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഞങ്ങള് സുവിശേഷം പറയാൻ ചെല്ലുന്നിടത്തും ഞങ്ങളെ കാണുന്നവരെല്ലാം അതിനെ കുറിച്ചൊരു നിന്നയായിരുന്നു. സുവിശേഷമൊക്കെ പറയാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അവർ പറയുമായിരുന്നു, നിങ്ങളുടെ വീട്ടിലെ നിന്ന് ആദ്യം മാറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുറവ് ആദ്യം മാറ്റട്ടെ, എന്നിട്ട് ഞങ്ങളുടെ വന്ന് പറയും. ഒരു ദിവസം ഞങ്ങള് കടയിൽ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ ഞങ്ങൾ 12 ലക്ഷം രൂപ തൊടുപുഴയിലുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ട് കൊടുത്തു. അതിനുശേഷം ആണ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവർക്ക് ഒരു കുഞ്ഞുണ്ടായത്. അശോകനെ കൊണ്ട് ഒരിക്കലും നടക്കുന്നില്ല. 12 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാകാനാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കാശുണ്ടാക്കി അതിന് ചികിത്സിക്കാനുള്ള മാർഗം നോക്കാൻ പറഞ്ഞു. ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞു, ജീവിപ്പിക്കുന്ന ദൈവം എൻ്റെ കർത്താവുണ്ട്. ഉടനെ എന്നോട് ചോദിച്ചത്, ദൈവം ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാവോ, അല്ലെങ്കിൽ തെളിയിച്ചു തരാവുന്ന. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് തെളിയിച്ചു തരാവുന്നു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു, കാറ്റുണ്ടോ? ഉണ്ട്. അത് എങ്ങനെ മനസ്സിലാകുന്നു? അത് ശരീരത്തിൽ തട്ടും പറയും. എങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ ആ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് 1.5 മാസം കഴിയുമ്പോൾ എൻ്റെ മോള്, ഇവിടെ മൂത്തവള്, അതിനുമ്പോഴും ഒരു ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. കൂട്ടുകാരിനെ കാണാൻ അവിടെ പോയ വഴിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ അവിടെ കയറിയപ്പോൾ ഡോക്ടർ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൾക്ക് പോസിറ്റീവാണ്. ഉടനെ അവിടെ തന്നെ ഡോക്ടർ പറഞ്ഞു, ഗർഭിണിയാണ്, 1.5 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. അവൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 17 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോ എൻ്റെ മൂത്തോള് പറഞ്ഞത്, ഇനി എനിക്ക് മക്കളെ വേണ്ട, പ്രായമായില്ലേ, എനിക്ക് 38 വയസ്സായില്ലേ, ഇനി മക്കളെ കിട്ടിയിട്ട് തന്നെ കാര്യം. എൻ്റെ അനിയത്തിക്ക് 2 പിള്ളേരുണ്ടല്ലോ, അത് മതി ഞങ്ങൾക്ക് 2 പേർക്കും. പക്ഷെ ഞാൻ വിശ്വാസത്താൽ ഏറ്റു പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പിറക്കുന്നവനായിരിക്കും നിന്റെ മകൻ, നിന്റെ മക്കൾ എന്ന് പറഞ്ഞു. ഉടനെ അപ്പൊ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്തോരം ട്രീറ്റ്മെന്റ്. ഞങ്ങളെ കൊച്ചിക്കുന്ന് ആശുപത്രിയിൽ 37,000 രൂപ അതിന് 10 വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയത്. കൊടുത്തൊരു ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും യാതൊരു ഗുണമുണ്ടായില്ല. എന്നാൽ ഈ വാക്ക് പറഞ്ഞതിന് ശേഷം ഒന്ന് ഓർത്തോണം, നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാകുമെന്ന് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ്, മറ്റുള്ളവർ നമ്മളെ തീർന്നു എന്ന് തള്ളിപ്പറയുമ്പോഴാണ്, അല്ലെങ്കിൽ തീർന്നു എന്ന് പറയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ആരംഭിക്കുന്നത്. അവിടെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവം അത്ഭുതം നടത്തും എന്നുള്ളത് തെളിവാണ്. ഇപ്പൊ എൻ്റെ മോൾക്ക്
രണ്ടര വയസ്സായ ഒരു ആൺകുട്ടിയെ തന്നു. ദൈവം 3 ആൺപിള്ളേരെ എൻ്റെ മക്കൾക്ക് തന്നു. അതാണ് ഞങ്ങളുടെ സാക്ഷി. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താന്ന് വെച്ചാൽ ഞങ്ങളെ പരാജയപ്പെട്ടു പോകുന്നു തോന്നിയ ഒരവസ്ഥ അതായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഈ സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും വചനമെടുത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് അതിൽ ഞാൻ വിളിച്ചു പറയും, ഒച്ചത്തിൽ വിളിച്ചു പറയും. അവളെ മച്ചി എന്ന് വിളിച്ചെടുത്ത് ഇപ്പൊ അവൾക്ക് 6 മാസം എന്നുള്ള ആ വചനം ഞാൻ ഇന്ന് ഏറ്റു പറയുക. എന്നെ അത് കേട്ട് കളിയാക്കി വരും. പക്ഷെ ഇന്ന് അക്കാര്യത്തിൽ ഞങ്ങൾ സന്തോഷം. കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു. ഞാനും എൻ്റെ ഭാര്യയും വിശ്വാസത്തിലേക്ക് വന്നത് കൊണ്ട് തന്നെ ദൈവം ഞങ്ങളിലൂടെ തന്നെ അനിയനെ ഒരിക്കലും എൻ്റെ അനിയൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. മദ്യപാനത്തിലും അവന് പുകവലിയിലും എല്ലാം മുഴുകി നടന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് എതിര് പറഞ്ഞാൽ അവൻ വഴക്കുണ്ടാക്കുവാൻ. ഇന്ന് എന്നേക്കാളും കൂടുതൽ ചൂടോടെ ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അതായത് എൻ്റെ ഭാര്യയുടെ അനിയത്തിമാർ 2 പേരുടെ മക്കളും ഭർത്താക്കന്മാർക്കും ദൈവസന്നിധി വരാൻ ദൈവം കൃപയൊരുക്കി. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയാൻ, നമ്മുടെ വീട്ടില് നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആരെങ്കിലും വരാതെ ഉണ്ടോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടണ്ട, അതിനുവേണ്ടി നമ്മൾ ബലം പിടിക്കണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥനയായി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നടത്തി തരിക തന്നെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും, ഇന്നിപ്പോ എൻ്റെ ഭാര്യ ഞാനും ഇന്ന് ഞങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രതിസന്ധികളോ വയറ്റിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ, ഏത് രോഗം വയറ്റിലോ അല്ലെങ്കിൽ ശരീരത്തോ ഉണ്ടോ, അത് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങൾ പറയുന്ന ദൈവത്തിൽ ഇന്ന് ആ രോഗത്തെ പൂർണ്ണമായി മാറ്റി പൂർണ്ണ സൗഖ്യം തരുമെന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതനാമത്തിൽ തന്നെ. ആമേൻ. ഈ ഞങ്ങളുടെ സാക്ഷ്യത്തിൽ ഞങ്ങൾ വിരമിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സാക്ഷ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അശോകന്റെ കുടുംബം. സ്തോത്രം. എല്ലാ സാക്ഷ്യങ്ങളും അതിനകത്ത് സിസ്റ്ററിനെ വിടുവിച്ചത് ശ്വാസം മുട്ടിലെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ അശോകൻ ബ്രദർ തളർന്നു കിടന്ന വ്യക്തിയായിരുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ചയുടെ സാക്ഷി, അതോടെ സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ അതോടൊന്ന് പറഞ്ഞ അശോകൻ ബ്രദർ ആ ഒരു സാക്ഷിയോട് പറയാം. 3 കുഞ്ഞുങ്ങൾ ജനിച്ചതും അവിടെ ഇവിടെ കേൾക്കാവോ? കാഴ്ചയില്ലാതെ ജനിച്ച കുഞ്ഞില്ലേ, 3 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ കേൾക്കാൻ ബ്രദറെ? അതുകൂടെ ഒന്ന് പറയുക. കാഴ്ചയില്ലായിരുന്നു ബ്രദറെ. അത് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനിയത്തിയുടെ, അതായത് ഞങ്ങളുടെ നേരളെ അനിയത്തി ബിന്ദു സഹോദരിയുടെ, ബിന്ദു വിജയകുമാറിന്റെ മൂത്ത മോൾക്ക്, അവൾക്ക് കണ്ണിന് 80% കാഴ്ച പോയി. പവർ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. കൊച്ചിനെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിക്കഴിഞ്ഞ് അവള് വീട്ടിലിരിക്കുക. കാരണം ഒന്നും വായിക്കാൻ പറ്റത്തില്ല, ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞങ്ങൾ വിശ്വാസത്തിൽ വരികയും ഞങ്ങൾ ദൈവത്തെ അറിയാൻ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഉണ്ടാകും. ഞങ്ങൾ എന്തായാലും വിശ്വാസത്താലെ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുപോയി അന്ന് തങ്കുവേർ ഞങ്ങൾ ചെന്ന് അന്ന് തങ്കുവേർ വായിച്ച വചനം, അന്ന് കേൾപ്പിച്ച വചനം ഇതാണ്: ജന്മനാൽ കുരുടനായ, യോഹന്നാന്റെ സുവിശേഷം 9ാം അധ്യായത്തിലെ വാക്യം. ജന്മനാൽ കുരുടനായ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് കാഴ്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിഷേകത്തിലായ എല്ലാവരും തുള്ളിച്ചാടി, കൊച്ചും തുള്ളിച്ചാടി. ആ കൂടെ കണ്ണട താഴെ വീണ് പൊട്ടിപ്പോയപ്പോ കൊച്ചു കരയുക. കൊച്ചിന് കാഴ്ച കിട്ടാത്തതിലല്ല, കൊച്ചിന് കണ്ണട പോയതിനാ. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു, കാഴ്ച ലഭിച്ചു എന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ചവര് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ചെറിയ അക്ഷരം. അവിടെ നിന്നവരെല്ലാം ബൈബിൾ എടുത്ത് കൊച്ചിന്റെ കൊടുത്തപ്പോ കൊച്ചും വായിച്ചു. കൊച്ചിന് കണ്ണടയില്ലാതെ കുഞ്ഞക്ഷരങ്ങളെ കാണും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോ പിന്നെ നടന്ന സംഭവം ബ്രദറെ, ഈ വീട്ടിൽ കൂടുതലും കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കായി ഏറ്റവും കൂടുതൽ സൗഖ്യം നടന്നു.
സൗഖ്യം നടന്നെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വാഗ്ദത്ത ഞങ്ങൾ കുട്ടികളില്ലാതെ, മക്കൾക്ക് കുട്ടികളില്ലാതെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തില് ഒരു കുട്ടയുടെ അകത്തൊരു സ്ത്രീ, വലിയ കൊട്ടയകത്ത് ഒരു സ്ത്രീ 3 കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വന്ന് എൻ്റെ ഭാര്യ പിടിച്ച് താഴെ ഇറക്കി. അതിലൊരെണ്ണം ഇങ്ങനെ വക്കിൽ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഇത് പറയാനുള്ള കാരണം, ഈ ഡെലിവറി കാര്യം പറയാനുള്ള കാരണം, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനിയത്തിക്ക് സന്ധിവാദമായി. സന്ധിവാദത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി സഭയിൽ വന്ന് പ്രാർത്ഥിച്ചു. അത് സൗഖ്യമായപ്പോൾ ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിച്ചത് അപ്പുറത്താ. 3 കുഞ്ഞുങ്ങള് അനിയത്തിക്ക് നടക്കുക. ഞങ്ങൾ ഈ കണ്ട ദർശനം അനിയത്തിയിലാണ് നടന്നത്. വാഗ്ദത്ത പ്രകാരം ഇപ്പൊ അവർക്ക് 12 വയസ്സ്. നമ്മുടെ സഭയിൽ അവര് 3 പേരും വർഷിപ്പ് ചെയ്യുന്നു. അതിൽ മൂത്ത കൊച്ചിന്, അനന്യ എന്ന് പറയുന്ന കൊച്ചിന് ഒട്ടും കാഴ്ചയില്ല, ശകലം പോലും കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. അതിനെ ജനിച്ചു കഴിഞ്ഞ PSA കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ കണ്ണിന് കാഴ്ചയില്ല, വെളിച്ചത്തോട് പ്രതികരിക്കത്തില്ല. അങ്ങനെ എൻ്റെ മൂത്ത മോളാണ് അത് കണ്ടുപിടിച്ചത്. അവള് പറഞ്ഞ, അമ്മ ഈ കൊച്ചിന് കാഴ്ചയില്ല, അത് വെളിച്ചത്തോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ശരിയാണ്, കൊച്ചിന് കാഴ്ചയില്ല. അവിടുത്തെ പ്രൊഫസർമാരും എല്ലാവരും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് അങ്കമാലിയിൽ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ഞങ്ങൾ പറഞ്ഞു വിടാം, നിങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഓപ്പറേഷൻ ചെയ്യണം. അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപ വേണം. അതിന് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ആകുള്ളത് എൻ്റെ മൂത്ത മോൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടി കൊണ്ടുവരാം, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, പക്ഷെ സാമ്പത്തികമില്ല. ആ സമയത്തും ഇതുപോലെ തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പിറവിലെ കുരുടനായ ആ വചനത്തെ വെച്ച് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ അമ്മയും ഞാനും. അന്ന് അനിയൻ വിശ്വാസത്തിൽ വരുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റ് എഴുതി തരണം. ആ സമയത്ത് ഞങ്ങളിത് മേടിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ ഭാര്യയും പ്രസവിച്ച അനിയത്തി, ഞങ്ങളുടെ അമ്മയും 3 പേരും 3 കുഞ്ഞുങ്ങളായി ആശുപത്രിയുടെ വാതിക്കൽ പോയി. ഇങ്ങനെ ആദ്യം ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി പരിശോധിച്ചു, രണ്ടാമത് വന്ന് അതിന്റെ ഇളയതിനെ കൊണ്ടുപോയി പരിശോധിച്ച് തിരിച്ചു കൊണ്ടുവന്ന്, മൂന്നാമത്തതിനെ കൊണ്ടുപോയി. ഇവരിങ്ങനെ മാറി കൊണ്ടുപോയപ്പോ എൻ്റെ ഭാര്യ ഇങ്ങനെ ചോദിച്ചു, എന്തിനാ ഞങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? പിള്ളേരിങ്ങനെ എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതില് ആർക്കാണ് കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു കാഴ്ചക്കുറവില്ല. ഈ 3 കുഞ്ഞുങ്ങൾക്കും പൂർണ്ണമായി കാഴ്ച ലഭിച്ചു എന്ന് അതേ ഡോക്ടറിന്റെ നാവ് കൊണ്ട് പറഞ്ഞു. ഇതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കാഴ്ചയല്ല, ഏത് വിഷയങ്ങളാണെങ്കിലും. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സ്വർഗീയ ഒരു സഭയിൽ ഒരു കൊച്ചിന് സാക്ഷ്യം പറഞ്ഞ, കൊച്ചിനെ കൊണ്ട് ദൈവം ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവയവങ്ങൾ ഇരിക്കുന്ന ഒരു കലവറ കണ്ടു. അപ്പം ദൈവത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതേ ഈ സാക്ഷ്യം കിട്ടിയ ആ കൊച്ചിന്റെ ആങ്ങള അമൽ വിജയകുമാർ നമ്മുടെ സഭയിൽ വർഷിപ്പ് നിൽക്കുന്നു. അവനിതുപോലെ കാഴ്ച മങ്ങി അവനും കണ്ണ് ചെറുതായി വന്നു. അവന് വേണ്ടി വിരോധർ വന്നതിന് ശേഷം സഭയിൽ വന്ന് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവന്റെ കാഴ്ച പൂർണ്ണമായി കിട്ടി. അങ്ങനെ ഒരുപാട് സാക്ഷ്യം ദൈവം ഞങ്ങൾക്ക് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞാൽ ഇനി ശരിക്കും ഈ പൊരുന്ന പകല് പോരാ. സമയത്തിന്റെ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ സാക്ഷിയിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്ന് ഞങ്ങള് ദൈവം ഞങ്ങൾക്ക് ചെയ്തത് ഒരു 50 ലക്ഷം രൂപ മുടക്കിയാൽ തീരിയലാത്ത രോഗ അവസ്ഥകളിൽ നിന്നാണ് ദൈവം ഞങ്ങളെ വിടുവിച്ച് ഇന്ന് നിർത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ഈ ദേശത്ത് വരുമ്പോൾ തന്നെ എൻ്റെ 2 പെൺപിള്ളേർ, എൻ്റെ ഭാര്യ, ഞാനും കൂടി എന്നാ പറയുന്നത്, ഈ പരദേശികൾ വരും പോലെ 2 ചാക്കുവിട്ടായിട്ട് വന്നതാണ്. ഒരു തുണ്ട് ഭൂമിയോ ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ വന്ന ഒരു സൂചി കുത്താൻ. ഞങ്ങൾ ഇവിടെ 8 വീട്ടിൽ വാടകയ്ക്ക് കിടന്ന, ഞങ്ങളെ വാടകയ്ക്ക് കിടന്ന വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയിൽ ഞങ്ങൾ ജീവിച്ചവരാ. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്തു. അത് തന്നെയല്ല, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഭൂമിക്കകത്ത്, ഞാനത് വിനോദ് ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കാര്യം പറയും. ഞങ്ങൾ ആദ്യം കിട്ടിയ 8 സെന്റ് ഭൂമിക്കകത്ത് വഴിയില്ല, കണ്ടത്തിൽ കൂടി നടന്നു പോകണം. ഞങ്ങളിങ്ങനെ അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞു വിശ്വാസം. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ കോട്ടയത്ത് പഠിക്കുന്ന സമയത്താണ് വിനോദ് അന്ന് അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കുന്ന വിനോദ് ബ്രദറാണ്. അന്ന് കോൾ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുമായിട്ട് വിനോദ് ബ്രദറുണ്ട്. ഞാൻ ഇതുപോലെ വഴിക്ക് വേണ്ടി
ബ്രദർ ഞങ്ങൾക്ക് വഴി വേണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വിനോദ് ബ്രദർ ഞങ്ങളോട് പറഞ്ഞത്, വിനോദറിലൂടെ ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു അത്ഭുതമാണ്. അശോകൻ ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാര് തൂമ്പായി വയ്ക്കണം, നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള വീതിക്കുള്ള വഴി തരും എന്ന് പറഞ്ഞു. അപ്പോ സംഭവിച്ച എന്നാന്ന് വെച്ചാൽ, ഞങ്ങളന്ന് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടുപുറകിൽ 114 സെന്റ് സ്ഥലം ഒരാൾ വാങ്ങിക്കാൻ വന്നു. അദ്ദേഹത്തിനും വഴിയില്ല. 5 അടി വീതിക്ക് നിങ്ങൾ അപ്പുറം ഇപ്പുറം ഉള്ളവർ തരാമെങ്കിൽ 10 അടി വീതിക്ക് ഞങ്ങൾ വഴി തരാമെന്ന്. ഞങ്ങളത് സമ്മതിച്ചു. ആ പേപ്പറിൽ എഗ്രിമെന്റ് ചെയ്തു. ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ സമ്മതപത്രം എഴുതി കൊടുത്ത്, ഞങ്ങൾ കൈകൊണ്ട് തൊടാത്ത, അതായത് ആ പറമ്പിൽ നിന്ന് ഇങ്ങേറ്റം റോഡ് വരെ എത്തക്കത്ത രീതിയിൽ 10 അടി വീതിക്ക് മണ്ണടിച്ച് മണ്ണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് ആ 10 അടി വീതി വഴിയിൽ കൂടിയാണ് ഞങ്ങൾ എൻ്റെ മോളുടെ വീട്ടിലേക്ക് പോകുന്നത്. അത്രയും ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലൂടെ വഴി ഒരുക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവം നമ്മൾ യാചിച്ചാൽ തരാത്തതായി ഒന്നുമില്ല. ഇത്രയും സാക്ഷ്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇത്രയും നമ്മളിലൂടെ ദൈവം ഞങ്ങളെ നടത്തി. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ സാക്ഷ്യത്തിൽ വഴിയൊരുക്കും അവൻ ആഴികളിൽ രാജ്യങ്ങളിൽ. ആമേൻ. സ്തോത്രം. അപ്പം എല്ലാ കാര്യങ്ങളും സ്തോത്രം. 17 വർഷമായി തലമുറയില്ല, 5 തലമുറ കിട്ടി, കാഴ്ച കിട്ടി, എല്ലാ സാക്ഷ്യമുണ്ട്. സാമ്പത്തിക വിടുതൽ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭവനം സ്തോത്രം കർത്താവ് തന്നു. എല്ലാം ഉണ്ട്, ഫുൾ പാക്കേജാണ് ശോഭരാന്റെ സാക്ഷ്യം ഉണ്ട്. ഇന്ന് ഏതെല്ലാം ആവശ്യത്തിലിരിക്കുന്നവരും നിങ്ങളിത് ഏറ്റെടുക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്ക് അശോഭരാനോട് പ്രാർത്ഥിക്കാൻ മുമ്പായിട്ട് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അശോഭരാനും സോരിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമേ. ബ്ലോസം ജീസസ് ബ്രദറെ, വഴി ഇതുപോലെ തന്നെ ഞങ്ങൾ 2 വീട്ടുകാർ ഒന്നിച്ച് വഴി വെട്ടിയതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ആ വഴി അവര് തരികയില്ല, അത് അടച്ചു. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കേട്ട പോലെ ദൂതന്മാരൊക്കെ തുമ്പായിട്ട് ഇറങ്ങും. പ്രാർത്ഥിക്കാം, വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീസസ് ബ്രദറെ, നമ്മുടെ വഴി അതുപോലെ തന്നെ വന്ന് അളന്നു വെച്ചിട്ട് പോയിരിക്കുവാണ്. അത് എത്രയും പെട്ടെന്ന് തുറക്കാനായിട്ട് സമയം വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ സാക്ഷ്യം കേട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അശോകൻ ബ്രദർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. വീണ്ടും അത് സംസാരിച്ചു കർത്താവ് പറയിച്ചെങ്കിൽ അത് അത്ഭുതത്തിന് വേണ്ടി തന്നെയാണ്. സോ ഇന്ന് വഴികളുടെ ആഴിയിൽ വഴിയൊരുക്കുന്ന കർത്താവ് സ്വത്രം, വഴികളുടെ അത്ഭുത സാക്ഷ്യം. ഇനിയും വേറെ പ്രാർത്ഥന ആവശ്യങ്ങൾ? സോറി ബ്രദറെ, ഞങ്ങൾക്ക് ഒരു 3 ആവശ്യങ്ങളുണ്ട്. അപ്പോ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. മതിയല്ലോ, 3 ആവശ്യങ്ങൾ. ഓക്കെ, കർത്താവിനോട് അറിയിച്ചിട്ടുണ്ട്, സ്തോത്രത്തോടെ അറിയിച്ചിട്ടുണ്ട്, പാട്ടുപാടി അറിയിച്ചിട്ടുണ്ട്. ബ്രദറെ, ഞങ്ങളുടെ വഴിയുടെ കാര്യം തീരുമാനമായിട്ടില്ല. ഹലോ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. എന്റെ ചേച്ചിക്ക് 10 വർഷമായി. ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല. ഒരു ആദ്യം പക്ഷെ അത് മിസ്കാരേജ് ആയി പോയിരുന്ന. ചേച്ചിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ടും 17 വർഷമായി സാധ്യമെന്ന് ഡോക്ടർമാർ പറഞ്ഞ കർത്താവൽഭവം ചെയ്ത സാക്ഷ്യം നമ്മൾ കേട്ടത്. നിശ്ചയമായിട്ടും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ ഒരു പ്രിയാന്നല്ലേ ചേച്ചിയുടെ അല്ലേ? അതെ അതെ ബ്രദറെ. ഓക്കെ, പിന്നെ നമ്മുടെ വിജയമ്മ സൗരി അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ബ്രദറെ, എനിക്കൊരു ഭവനം വേണം. എനിക്കും വേണം. എന്റെ സഹോദരനുണ്ട്. 2 ഭവനങ്ങൾ ഇവിടെ ഒരുങ്ങായിരുന്നു. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള വഴി ഉണ്ടാവണം. വഴിയും വേണം, വീടും വേണം. നിശ്ചയമായിട്ടും. ഓക്കെ, വേറെ ആരും അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ആൻസി സോരിയാണ്. എന്റെ വീടിനടുത്ത് മെറിൻ എന്ന് പറഞ്ഞൊരു കുട്ടി 3 മാസം പ്രഗ്നന്റ് ആണ്. ആ കുട്ടിയുടെ വയറ്റില് 3 കിലോ ഉള്ളൊരു ഫൈബ്രോയിഡ് കൂടിയുണ്ട്, ഒരു മുഴ കൂടിയുണ്ട്. അതും വളരുവാണ് കൂട്ടത്തില്.
അതിന്റെ ആദ്യത്തെ ഡെലിവറിയിലും അതുപോലെ മുഴ വളർന്നാണ്. ഓപ്പറേഷൻ ഒക്കെ ആയിട്ടാണ്, വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷെ അവർക്ക് ആ മുഴ എടുത്തു കളയാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ഇപ്പൊ പ്രഗ്നന്റ് ആണ്, മുഴയും വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് ആ മുഴ ഒന്ന് മാറാൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഹലോ ബ്രദറെ, എന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ ലെൻസിന് ഇച്ചിരി വെട്ടലുണ്ട്. അതൊന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കണം. 2 ലെൻസ് വെട്ടിയായിരിക്കണം. പ്രാർത്ഥിക്കാം. വിനോദം, എനിക്ക് നമ്മുടെ എനിക്ക് കിട്ടിയ സ്ഥലത്തിനകത്തുനിന്ന് മണ്ണെടുക്കാനുള്ള പെർമിഷൻ എത്രയും വേഗം കിട്ടണം. കിട്ടാൻ വേണ്ടി പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. ആവശ്യപ്പെട്ടില്ല. പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയില് അടുത്തടുത്തിരിക്കുന്നവരൊന്ന് കരം കോർത്താൽ. പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ബ്രദറെ, എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഉള്ളിനകത്ത്, പിന്നെ നടക്കുമ്പോഴൊക്കെ കൈയും കാലും ഒക്കെ ഇങ്ങനെ തളർന്നു പോകുമ്പോലെ എനിക്ക് പ്രയാസങ്ങൾ. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ കാലിന്റെ മുട്ടുവേദനയൊക്കെ ഭയങ്കരമായിട്ട് വേദന. എന്താ, എനിക്ക് മൊത്തമേ എനിക്ക് ഒരു പ്രയാസങ്ങളാണ്. കർത്താവിനോടത് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന് പ്രാർത്ഥിക്കാൻ വേണ്ട. രമാന്റിയാണ് പറയുന്നത്. മനസ്സിലായി. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരേ മനസ്സോടെ കൃപാസനത്തിനരികിൽ വരും. തത്സമയത്തെ സഹായത്തിന് കരുണ ലഭിക്കേണ്ടത് നാഥ, ഞങ്ങൾ ഒറ്റ മനസ്സോടെ കൃപാസനത്തിനരികിൽ വരും. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ ആദ്യമായി തന്നെ കർത്താവെ, കുഞ്ഞുങ്ങളില്ലെന്ന് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞ സഹോദരി, കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, ഉള്ളിൽ കുഞ്ഞും വളരുന്നു, ഫൈബ്രോയിഡും വളർന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞു വളർന്നാൽ മതി. ഫൈബ്രോയിഡിന് യേശുവിന്റെ നാമത്തിൽ ആ ഉദരത്തിൽ നിന്ന് പോകാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുവാണ് കർത്താവെ. അപ്പോൾ തന്നെ കണ്ണിന്റെ ലെൻസിന് കർത്താവെ, വെവ്വേറെ ആയിരിക്കുന്ന കുഞ്ഞിന്റെ കണ്ണിന്റെ ലെൻസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് യഥാക്രമത്തിലേക്ക്, ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി സൃഷ്ടിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ ആകാൻ ഞങ്ങൾ കൽപ്പിക്കുക. അപ്പോൾ തന്നെ കർത്താവ്, വഴിയില്ലാതെ, വിനോദന്റെ നാവ് കൊണ്ട് അന്ന് പറഞ്ഞതുപോലെ തന്നെ, വഴിയില്ലാതെ വഴിക്ക് വേണ്ടി പ്രതിസന്ധിയിലിരിക്കുന്ന ദൈവമക്കളോട് ഇന്നലെ ജിനു സിസ്റ്റർ ശിക്ഷിച്ചപ്പോൾ പറഞ്ഞ പോലെ കൺസെന്റ് പേപ്പറുകൾ യേശുവിന്റെ നാമത്തിൽ വ്യക്തികൾ എഴുതി തരും. നിങ്ങൾക്ക് വേണ്ടി വഴി ഞങ്ങള് യഥാർത്ഥത്തിൽ ഞങ്ങള് കൺസെന്റ് പേപ്പറായി തരും. യേശുവിന്റെ നാമത്തിൽ അനുവദിക്കുന്ന വഴി കർത്താവെ, അവിടുന്ന് വഴി തുറന്നതിനായി സ്വന്തം ദൂതന്മാർ തൂമ്പായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവ മക്കൾക്ക് വേണ്ടി വ്യക്തികൾ ഇറങ്ങും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോളിവരനായി സ്തോത്രം. ആ ഭൂമിയിൽ ഒരിക്കൽ ഞാനും പോയി കാലുകുത്തിയതാണ്. യേശുവിന്റെ നാമത്തിൽ എന്റെ തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, മണ്ണ് എടുക്കാനുള്ള അനുവാദം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദേശത്തുള്ള ആ ദേശാധിപതിയുടെ തടസ്സത്തിൽ നിന്ന് മാറാനും അധികാരിയോട് അനുവാദം കൊടുക്കാൻ യേശുവിന്റെ നാമത്തെ ഞങ്ങളെ കൽപ്പിക്കുക. കർത്താവ്, ഇന്ന് ഞങ്ങളെ കേട്ടപ്പോൾ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ അതിന്റെ മേലെല്ലാം കർത്താവിന്റെ അത്ഭുതം നടക്കണം. ഇന്ന് നെഞ്ചിനൊരു പ്രയാസമുണ്ടെന്നൊരു സഹോദരി ഇപ്പൊ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആ ഹാർട്ടിനകത്തും നെഞ്ചിനകത്തും ഏത് പ്രയാസമാണോ, ശരീരത്തിന്റെ തളർച്ച എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. ഇത് കർത്താവിനാൽ സംഭവിച്ചെന്ന് പറയുവാൻ തക്കോളം ദൈവമേ, മുഴുവൻ മഹത്വവും നിനക്ക് മാത്രം തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം എന്റെ പരിശുദ്ധാത്മാവൻ ദൈവമേ, അവരെ ഒന്ന് തൊടണമേ, അവരുടെ വഴിയുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവ് അത്ഭുതം ചെയ്തനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ പുനർനാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം ചെയ്തനായിട്ട് കർത്താവ് നമ്മയോട് സ്തോത്രം ചെയ്യാം.
അതിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. സോ താങ്ക് യു അശോകൻ ബ്രദറെ, വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വളരെ അനുഗ്രഹമായി തീർന്നു. നമുക്ക് പ്രിയ അശോകൻ ബ്രദറിനെ കൊണ്ട് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജോളി ബ്രദറിനെ പ്രാർത്ഥിക്കാം. അശോകരെ വളരെ അനുഗ്രഹമായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മുമ്പ് കേട്ടുള്ളൂ, പക്ഷെ ഇത്ര വിശാലമായിട്ട് ഇപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ അറിയാത്ത പല സാക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു, അതും കൂടെ കേൾപ്പിച്ചതിന് നന്ദി. ഈ സാക്ഷ്യങ്ങൾ അശോകനെ ലോക രാജ്യങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രവചിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവെ, ഞങ്ങൾ ഒരു മനസ്സോടെ കൃപാസനത്തിന് മുന്നിലേക്ക് വരുന്നു. എൻ്റെ പ്രിയമകൻ ഇന്ന് അതിശക്തമായ രീതിയിൽ കർത്താവെ നീ ഉപയോഗിച്ചല്ലോ കർത്താവെ. നീ പ്രിയമകന്റെ സാക്ഷ്യം തന്നെ ഒരു വചനമാണല്ലോ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രിയമകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമകന്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന ആഗ്രഹം പോലെ തന്നെ ഒരു നല്ല ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ. ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത വെളിപ്പാടുകൾ ലഭിക്കട്ടെ. ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ ഭവനത്തിലും ശുശ്രൂഷയിലും എല്ലാം വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ശുശ്രൂഷയെ എല്ലാ മേഖലകളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കുമെന്നുള്ള വാഗ്ദത്ത വചനപ്രകാരം നിന്റെ പ്രിയമകന്റെ ആഗ്രഹങ്ങളെ പോലെ തന്നെ അത് പൂർണ്ണമാക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുകയാണ്. അത്ഭുതം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ജോൽബർ പറഞ്ഞ പോലെ ലോക രാജ്യങ്ങൾക്ക് ഈ കുടുംബം ഒരു അത്ഭുതമായിട്ട് മാറട്ടെ. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും, നിന്നിച്ചവർ മുമ്പാകെ ഉയർത്തി മാനിക്കും. ആമേൻ. സ്തോത്രം. ഞാൻ മോളിയാൻറ്റി ഇന്ന് പാട്ട് പാടിയപ്പോൾ ഞാൻ മോളിയാൻറ്റി വേറെ പാട്ട് വല്ലതാണോ കാണുന്നത്? ഇടയ്ക്ക് ഒരു ലൈൻ കയറി പുതിയ ട്യൂണൊക്കെ ഇച്ചിരി. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി മോളിയാൻറ്റി വളരെ ആസ്വദിച്ചു പാടി. ആമേൻ. അതാ നമുക്ക് വേണ്ടത്. അനുഗ്രഹമായിരുന്നു. താങ്ക് യു സോ മച്ച്. കഥാകാരനായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് വളരെ ശക്തമായിട്ട് സ്തോത്രനെ കഥ ഉപയോഗിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുന്നു. സോ നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങളിലേക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാം. കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ യേശുവേ. കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ യേശുവേ. തീ 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 തീയാണേ എൻ്റെ ഉള്ളിൽ, തീയാണേ എൻ്റെ ഉള്ളം കത്തുവാണേ യേശുവേ. തീ 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 തീയാണേ എൻ്റെ ഉള്ളിൽ, തീയാണേ എൻ്റെ ഉള്ളം കത്തുവാണേ യേശുവേ. കൊതി കൊതി കൊതിയാണേ, കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ യേശുവേ. കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ, കൊതി 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 കൊതിയാണേ യേശുവേ. ഹല്ലേലൂയ. കർത്താവിനോടുള്ള കൊതി നാൾ തോറും വർദ്ധിക്കട്ടെ. സ്തോത്രം. നമുക്ക് സാക്ഷ്യങ്ങളുള്ളവർക്ക് പങ്കുവെക്കാം. സാക്ഷ്യവും പ്രാർത്ഥന ആവശ്യം കൂടി ഒരുമിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ പറഞ്ഞു. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ താമസിക്കുന്ന ഈ വീട് 10 വർഷമായിട്ട് ഞങ്ങളുടെ സഹോദരന്മാർക്കും തമ്മിൽ ഉടമ്പടി വയ്ക്കാൻ വേണ്ടി കേസിലായിരുന്നു. 10 വർഷമായിട്ട് നമ്മൾ 3 മാസത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥന ആവശ്യം വെച്ചിരുന്നു. മിനിഞ്ഞാന്ന് ഇവിടെ കോടതിയിൽ നിന്ന് വക്കീലും സർവേറും വന്ന് പ്രാർത്ഥന അത് അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥന ആവശ്യം മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. സമാധാനപരമായിട്ട് അത് ഇന്നലെ വന്നു. സമാധാനപരമായിട്ട് കോടതിയിൽ നിന്ന് അളന്ന് എൻ്റെ സഹോദരന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അളന്ന് തിരിച്ചു. യാതൊരു പ്രശ്നങ്ങളും അവരിൽ നിന്നും ഉണ്ടായില്ല. ദൈവത്തിനും നന്ദി. അവർക്കും എനിക്കും 2 ഭവനങ്ങൾ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ആവശ്യം പറഞ്ഞത്. സഹോദരന് ഭവനം ഉണ്ടാകണം, എങ്കിലേ അല്ലെ നമുക്ക് അവരെ പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല. അവർക്കും ഒരു ഭവനം വേണം, എനിക്കും ഒരു ഭവനം. അതാണ് എന്റെ ആവശ്യങ്ങൾ. അതിന് ദൈവത്തിനും നന്ദി. സമാധാനപരമായിട്ട് നടന്നു. അത്ഭുത സാക്ഷ്യമാണ്. ആ കാര്യങ്ങൾ ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവ് ചെയ്തു. സ്ഥലവും നന്നായി ചെയ്യുന്ന കർത്താവ്
മനോഹരമാക്കി ഓർത്ത് സ്തോത്രം. ആമേൻ. ഇനി വേറെ സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? ദൈവനാമത്തെ ആ, ഉടേണ്ടി. നമ്മള് വാഗ്ദത്തങ്ങൾ പറയുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇപ്പം ഞങ്ങൾക്കൊരു 10 കോഴീനെ ഫ്രീ ആയിട്ട് കിട്ടി. ഇവിടെ 10 കോഴീനെ വളർത്താൻ തുടങ്ങി കർത്താവ്. അപ്പൊ എല്ലാം വരും, പറയണതെല്ലാം വരും എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവിന് പെരുകിയേറി വർദ്ധിക്കും. ആമേൻ. ആമേൻ. പെരുകി ഏറി വർദ്ധിക്കട്ടെ. സ്തോത്രം. അടിപൊളി. ആമേൻ. ആടുമാടുകൾ, വസ്തുവകകൾ, സമ്പാദ്യങ്ങൾ, വരുമാന മാർഗങ്ങൾ, സ്തോത്രം, പൊന്ന്, വെള്ളി എല്ലാം വർദ്ധിച്ചു വരുന്ന സീസണാണ്. ആമേൻ. ഇനി ആർക്കെങ്കിലും സാക്ഷ്യം പങ്കുവെക്കാനുണ്ടോ? ഹലോ ബ്രദറെ, എനിക്കൊരു പെരുകേറി വർദ്ധിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. എന്റെ വർക്ക് പ്ലേസില് എനിക്ക് ആദ്യമായിട്ടാണ്, 10 വർഷം അവിടെ വർക്ക് ചെയ്യണത്. പക്ഷെ ആദ്യമായിട്ടാണ് 30% ഇൻക്രീസ് സാലറി. അതില് 15% ഗവൺമെന്റും 15% ഫേമുമാണ്. ഇത് ആദ്യത്തെ അനുഭവമാണ് വർക്ക് പ്ലേസില്. എല്ലാ മഹത്വവും കർത്താവിന്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വരുമാന മാർഗം പെരുകി വർദ്ധിച്ചു. അടിപൊളി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഒരു സ്തോത്രം സിസ്റ്ററൊക്കെ കർത്താവിന് വേണ്ടി വളരെയധികം വിതയ്ക്കുന്ന ആ കുടുംബം കർത്താവിനെ അവരെ മാനിക്കട്ടെ. സ്തോത്രം. ആമേൻ. മിനിയാൻഡി. ബ്ലോസം ജീസസ് ഞങ്ങൾക്ക് പെരുകേറി ഉണ്ടായിരുന്നു. എറണാകുളത്ത് ആങ്ങളെ താമസിച്ചിരുന്ന ആങ്ങളെ അമേരിക്കയ്ക്ക് പോയപ്പം ആ വീട്ടിലാണ് അപ്പും മഞ്ജും ഒക്കെ കുറെ കാലം താമസിച്ചിരുന്നത്. അപ്പം ഇപ്പൊ അവൻ ആ വീടൊക്കെ വിൽക്കാൻ പോകും. അപ്പം അപ്പുമൊക്കെ വേറെ വീട്ടിലെ ഫ്ലാറ്റില് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് കട്ടിലുകള്, അലമാരികള്, ഊണുമേശ എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങള് എറണാകുളത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ എല്ലാം പെരുകേറി വർദ്ധിച്ചിരിക്കുക. ഒത്തിരി അതുപോലെ ഒത്തിരി എല്ലാം ഡബിള് കട്ടിലുകളെല്ലാം ഒത്തിരി. സ്തോത്രം. വീട്ടു സാധനങ്ങളെല്ലാം പെരുകി ഡബിളായി, പെരുകി വർദ്ധിച്ചു. ആമേൻ. ഇതൊക്കെ വേണ്ടവരൊക്കെ ഏറ്റെടുത്തോണം കേട്ടോ. ഇന്ന് സ്വന്തം യൂറോപ്യൻ എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തിന് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്നാൽ സ്തോത്രം, നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ആദ്യം യഹൂദനും പിന്നെ യവനും എന്ന ദൈവനം പറയുന്നത് പോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഒരു മനസ്സോടെ കർത്താവേ, അങ്ങയുടെ സ്വന്തം ജനമായി അങ്ങ് തിരഞ്ഞെടുത്ത ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും സമരയിലും ഭൂമിയിൽ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്ന സ്തോത്രം യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, അവർ ഇസ്രായേലിനെ മുഴുവൻ, ഇസ്രായേലിനെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല എന്നവരുടെ വചനമായി സ്തോത്രം. ഇസ്രായേൽ രാഷ്ട്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സൈനിക വ്യൂഹങ്ങൾക്കായി, അധികാരികൾക്കായി സ്തോത്രം, അവിടുത്തെ കുഞ്ഞുങ്ങളെ, യുവാക്കൾ എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ലോകത്തിൽ നമ്പർ 1 രാഷ്ട്രമായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റ് മുഴുവൻ വലിയ ദൈവമഹത്വം ഇറങ്ങാൻ വേണ്ടി അറബ്സും കർത്താവേ സ്തോത്രം ജ്യൂസും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവദാസന്മാർക്കായി സ്തോത്രം. മെസ്സിയാനിക് ജ്യൂസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സിസ്റ്ററോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, യെരൂശലേം മുഴുവനായി, കർത്താവ് ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടുന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. അതിനായിട്ട് കർത്താവ് യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ പട്ടണത്തിന് മേൽ ദൈവ മഹത്വം ഇറങ്ങട്ടെ. ഇനി ഒരു ടെററിസ്റ്റവും ഞങ്ങൾ അവിടെ അനുവദിക്കുന്നില്ല, ഒരു ഭീകര പ്രവർത്തനങ്ങളോ ഒരു യുദ്ധവും ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഈശ്വരനാമത്തിൽ വലിയ സമാധാനവും സ്വസ്ഥത അവിടെ ഉണ്ടാകും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹൂദ പട്ടണങ്ങൾ ഉണർവിന് വേണ്ടി സ്വർഗീയ ആകമാനമായ അടികൾ ഓരോരുത്തരും കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുക. കർത്താവെ, ഞങ്ങൾ ചേർന്നപ്പോൾ തന്നെ ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 800 കോടി ജനത്തെ ഒത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ യേശു ഞങ്ങളുടേതും കൂടാണെന്ന് ഈ 800 കോടിയും അറിയാനിടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവ എല്ലാ അധികാരസ്ഥന്മാർക്കായി നന്ദി. ലോകമെമ്പാടും സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ സഭകളെയും ദൈവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഏതെങ്കിലും വെല്ലുവിളിയിലൂടെ കടന്നുകൊണ്ട് സഭകൾക്കായി, ദൈവാസന്മാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ അവർ മേലുള്ളതിനായി സ്തോത്രം. ഇന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്മേൽ വലിയ ദൈവപ്രവർത്തനം നടക്കട്ടെ. കർത്താവെ, അവിടെ വലിയ ഉണർവ്, പോപ്കോൺ റിവൈവൽ വീണ്ടും ശക്തമായി യൂറോപ്പിൽ ആഞ്ഞടിക്കുന്നതിനായി സ്തോത്രം. അവിടെയുള്ള ഞങ്ങളുടെ സഭകളെ ഓർക്കും ജോസിബ്രാനായി സ്തോത്രം. ഞങ്ങളുടെ കൂട്ടു സൗരങ്ങളെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന കർത്താവ്, യൂറോപ്പിന്റെ ഉണർവിന് വേണ്ടി അടികളെ സ്വഗീതത്തിൽ ഓരോരുത്തരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുക. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദിവസമാരെല്ലാം ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം.
എല്ലാ നന്മകളാലും നിറയ്ക്കണം. എല്ലാ മഹത്വം എനിക്ക് തരും. യേശു കർത്താവിന്റെ നാമത്തിൽ അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. കർത്താവ് സമ്മാനിക്കട്ടെ, ഉയർത്തട്ടെ. സോ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ദയവായിട്ട് ഒന്നുകൂടെ ഈ ലിങ്കിൽ തന്നെ കയറാം. സ്നേഹം ഓർപ്പിക്കുന്നു. സോ ഇന്നത്തെ ദിവസം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ആഴ്ച സ്തോത്രം അല്ലെ, അടുത്ത സൺഡേ ഇപ്പൊ 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. വളരെ മനോഹരം. അതുപോലെ കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഏപ്രിൽ 30 തൊട്ട് ഈ ഏപ്രിൽ 30 വരെ നടത്തിയ വഴികളെയൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. തളത്ത് പൂത്ത് ഫലം കായ്പിച്ചതും പെരുകേറി വർദ്ധിപ്പിച്ചതും എല്ലാത്തിനും കർത്താവിനോട് നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. കർത്താവിനെ ഗ്രഹിക്കട്ടെ. ആകെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയും കരുണയും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വാത്സല്യവും വ്യക്തിപരമായി കൂട്ടാൻ നാം ഓരോരുത്തരും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന ദൈവാസ്മാരോട് കർത്താവിന്റെ പട്ടണമാകുന്ന തിരിച്ചറിയാൻ സമാധാനം ഇസ്രായേൽ ജനതയോട് സകല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യം അതിന്റെ കൂടി നമ്മളിലേക്ക് ഉണ്ടായിരിക്കുമാറാണ്. യേശു കർത്താവിന്റെ ജയോത്സവത്തിൽ നമ്മളെ വഴി നടത്തുന്ന പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ദൈവത്തിന്റെ വഴി നമ്മുടെ വഴിയെക്കാളും ഉയർന്നതാണ്, നല്ലതാ, വിശാലമാണ്. ചിലർ ഓർക്കുന്നത് ദൈവം ഇതൊന്നും അറിയുന്നില്ലേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വിഷയവും ദൈവത്തെ അറിയിക്കുന്നതാണ്, ഇതൊന്നും കാണുന്നില്ലേ. സോ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി വലുതാണ്, വിശാലമാണ്, ഉയർന്നതാണ്. അതെൻ്റെ മനുഷ്യ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല, അത്രയും വലുതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർത്ത് കളയരുത്. നടക്കത്തില്ലെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കരുത്. ബിക്കം എ ഡ്രീം ചേസർ. അത് നടുക്കോളം വായിന്ന് നന്മ പറഞ്ഞ് ഇന്നത്തെ ദിവസവും എനിക്ക് വേണ്ടി യേശു ഉണ്ടാക്കിയ ദിവസം നാം തുള്ളിച്ചാടി സന്തോഷിച്ച് ആനന്ദിക്കും എന്ന് പറഞ്ഞ് ഈ ദിവസം ആരംഭിച്ച് അത് തന്നെ സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം ഇന്ന് ഞാൻ സന്തോഷമില്ല ആനന്ദിക്കും.